ഇപ്പൊ എവിടുന്നാ വരുന്നത് അശ്വതി? കോഴിക്കോട് നിന്നാണ് വരുന്നത്. അവിടെ വീടെടുത്തിരിക്കുകയാണ്? വീടല്ല, അവരുടെ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുകയാണ്. മന്ത്ലി 5000 നമുക്ക് എനിക്കുണ്ട്. അല്ല, അവര് അതിന്റെ ഫീസും കൂടെ അവര് 8000 ആണ്. 3000 അവര് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കഴിഞ്ഞ് ബാക്കി 5000 കിട്ടും. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് അസുഖ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നുള്ള എക്സ്പെൻസ് ആണ്. നമ്മൾ തന്നെ അതിനകത്ത് വലിയ ഇതൊന്നുമില്ല. പക്ഷെ നിക്കാം, ഒരു സേഫ്റ്റി ആയിട്ട് നിക്കാം, അത്ര തന്നെ. അത്യാവശ്യം അത്രയെങ്കിലും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് കയ്യില് ചിലവിനുള്ളത് കിട്ടുന്നുണ്ട്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസും ആണ് അല്ലേ? അതെ. അശ്വതിയുടെ അമ്മയും അച്ഛനും പിന്നെ വന്നിരിക്കുന്ന കാര്യം അറിയാലോ അശ്വതി? എനിക്കറിയാം. അല്ലേ? കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല, ചെലവിന് കൊടുക്കുന്നില്ല. എന്ത് പറ്റി അശ്വതി? എന്ത് പറ്റിയെന്ന് ഈ 2 മാസമായിട്ട് ഞാനിപ്പോൾ വീട്ടിൽ പോകാത്തുള്ളൂ. കഴിഞ്ഞ ഓണത്തിനാണ്. പിന്നെ കുറേ നാളായിട്ട് ഹസ്ബൻഡായിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു. കാരണം കാണുമ്പോൾ തന്നെ എല്ലാവരും കല്യാണം കഴിഞ്ഞോണമെന്നാണ് ആദ്യത്തെ ചോദ്യം. അതെല്ലാം കാരണം കാണുമ്പോൾ പറയുന്നില്ല. അപ്പോൾ അവരെന്നോട് ഒരുപാട് പേര് തെറ്റായ രീതിയിൽ ഒരുപാട് പേര് എൻ്റെ പുറകെ വരുന്നുണ്ട്. കാരണം ഫോണ് സിമ്മ് പോലും ഒരു മാസത്തേക്കുള്ളിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം ഒരു രാത്രിക്ക് വില പറയുന്ന ആൾക്കാരുണ്ട് എൻ്റെ പുറകെ. അവരെ നിന്നൊക്കെ രക്ഷപ്പെട്ട് നടക്കുന്നത്. ഞാൻ വീട്ടിലോട്ടൊന്നും ഫോണിൽ സംസാരിക്കാറില്ല. നേരിട്ട് ചെല്ലുക, കാണുക, 2 ദിവസം, അതിൽക്കുള്ളിൽ ഞാൻ ആ വീട്ടിൽ നിൽക്കാറില്ല. ആളുകൾ പറയുന്നത് ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്ന് നിൽക്കുന്നത് തന്നെ അച്ഛൻ്റെ കൂടെ എന്നെ പല രീതിയിലും പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് വീട്ടിലും ഞാൻ പോകാറില്ല. അച്ഛൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയാറുണ്ട്. ഈ അച്ഛനെ കുറിച്ചോ? ഞാൻ വീട്ടിൽ ചെന്ന് നിൽക്കുന്നത് അച്ഛൻ്റെ കൂടെ തെറ്റായ രീതിക്കാണെന്നും പറഞ്ഞു. രാജേഷ് തന്നെ പറയുന്നുണ്ട്. രാജേഷ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാർ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോകാറില്ല. തൊട്ടടുത്ത് ഒരു ചേച്ചി താമസിക്കുമായിരുന്നു. ആ ചേച്ചിയുടെ വീട്ടിലാണ് സ്ഥിരം പോകാറ്. ഇവരെ വഴക്കുണ്ടാക്കിയ സമയത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ എനിക്ക് എൻ്റെ മക്കളെ കാണാൻ എന്നെ വീട്ടിൽ കയറ്റണമെന്ന് ഞാൻ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുടെ തെറ്റിദ്ധാരണകൾ. വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഈ പ്രശ്നത്തിൽ നിന്നു നീ മോളെ കഞ്ഞിവെള്ളം ആണെങ്കിൽ ഈ വീട്ടിൽ കിടന്ന് കുടിച്ചിട്ട് നീ ഇവിടെ കിടന്നോ, ഇവിടെ നിന്ന് എവിടെയെങ്കിലും ജോലിക്ക് പോ എന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞില്ല. മാഡം ഞാൻ പറയാറുണ്ട്, ഇത് പറയുമ്പോഴത്തേക്കും പറയണ എന്താണ്, എന്റെ സ്വാർത്ഥ ഒരിക്കലും ഞാൻ എന്റെ അച്ഛനെ കുറ്റം പറയില്ല. ഇപ്പൊ കൂട്ടത്തിൽ 2 പേരും പറഞ്ഞു. അതിൽ ഒരുത്തന്റെ നമ്പറാണ് അന്ന് എന്നെ റെയിൽവേ സ്റ്റേഷൻ ആ കുട്ടി കിട്ടേച്ചും പോയപ്പോ വിളിച്ചപ്പോ കിട്ടിയ നമ്പർ. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഓരോ പ്രാവശ്യം പോയിച്ചും വരുമ്പോഴത്തേക്ക് അവന്റെ ഓരോ വിധത്തിലുള്ള ഫോട്ടോ, ഇവളുമായിട്ട് നിന്നുള്ള ഫോട്ടോ, പിന്നെ അവന്റെ ഐഡന്റിറ്റി കാർഡ്, ഇത് ലൈസൻസിന്റെ കോപ്പികള്. ലൈസൻസിന്റെ കോപ്പിയല്ല, അതെന്താന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് രാജേഷ് ഉപേക്ഷിച്ച് പോയ സമയത്ത് മഹേന്ദ്രയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഈ സൈറ്റിലെ ഈ അച്ഛനും അമ്മയും ഒരു ചായക്കട നടത്തിയിരുന്നു. അവിടുത്തെ കോർഡിനേറ്റർ ആയിരുന്നു, രജിത്ത് എന്നാണ് അയാളുടെ പേര്. ആ വ്യക്തിനെ എന്തായാലും ഞാൻ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് കല്യാണം കഴിയാത്ത ഒരു വ്യക്തിയാണ്. ഇവിടെ ഇല്ല, ഈ സ്ഥലത്തിൽ എന്റെ കൂടെ വന്നേക്കണ വ്യക്തിയിൽ അയാൾ ഇല്ല. 100% പുറത്ത് നിൽപ്പുണ്ട്. എനിക്ക് അവരെ വിളിപ്പിക്കാം, പക്ഷെ വേണ്ട, അവരെയൊന്നും നാണം. കാരണം എന്റെ പ്രശ്നത്തിന് മറ്റുള്ളവരെ നാണം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അച്ഛനമ്മേനെ പോലും ഞാൻ ആഗ്രഹിക്കാൻ ഞാൻ ഈ വേദിയിൽ വന്നതെന്ന് വെച്ചാൽ ഇവർക്കത് മനസ്സിലാവില്ല. മറ്റുള്ളവർ കാണുമ്പോൾ അതിനകത്തുള്ള ഷെയിംനെസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പോട്ടെ, അതൊക്കെ അവരെ ഞാൻ ഷെയിംനെസ്സിൽ കൊണ്ടുവരില്ല. പിന്നെ അയാൾ എനിക്കൊരു സുഹൃത്തായിരുന്നു. അതൊരു രാശായിട്ട് എനിക്കൊരു ബന്ധമില്ല. എന്റെ 17ാമത്തെ വയസ്സിൽ കണ്ടു. എങ്ങനെയാ കണ്ടത്? നിങ്ങളോട് യാത്ര ചെയ്യാൻ പോയതാണ്? അല്ല, ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നാണ്. വീട്ടിൽ നിന്ന് പിണങ്ങി ഞാൻ പോയതാണ്. പോയിരുന്ന സമയത്ത് അന്നും എനിക്കെന്ന് വെച്ചാൽ കുഞ്ഞിനെ കുറെ കാര്യങ്ങളുണ്ട് മാം. പറയാൻ തുടങ്ങിയ ഒരു തുറക്കം പോലെ പറയേണ്ടി വരും. കുറെ കാര്യങ്ങൾ പറഞ്ഞു. 2ാം അച്ഛനാണ്, എന്നാലും അശ്വതിയോട് വലിയ സ്നേഹവും വാത്സല്യമാണ്. അതുപോലെ തിരിച്ചും അശ്വതിക്ക് എത്രയും സ്നേഹമാണ് അച്ഛനോടെല്ലാം പറഞ്ഞു. ആദ്യം മൂത്ത ആദ്യം ഉണ്ടായിരുന്ന മനുഷ്യന്റെ ദുസ്വഭാവങ്ങളും, അദ്ദേഹം തമിഴനായിരുന്നു, അവിടുത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. തമിഴനായിരുന്നു. അമ്മ ഇട്ടെറിഞ്ഞിട്ട് പോയ സമയത്ത് അദ്ദേഹം മരിച്ച തലയുടെ മുകളിൽ നിൽക്കുക, എന്നാലും കുറ്റം പറയല്ല. എന്നെ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുണ്ട്. കോണ്ടംസ് എന്റെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. എന്റെ അമ്മ പോയതല്ലേ ആ സ്ഥാനത്തേക്ക് നീ വരണമെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ബ്രാൻഡ് കലക്കി മിക്സ് ചെയ്ത് പെപ്സി കുടിക്കാൻ തന്നിട്ടുണ്ട് മയങ്ങി കിടക്കാൻ വേണ്ടിയിട്ട്. രാത്രി കാലങ്ങൾ എൻ്റെ അച്ഛനെ പേടിച്ച് വീട് പൂട്ടി, 2 താക്കോലിട്ട് പൂട്ടി ഞാൻ അകത്ത് കിടന്നിട്ടുണ്ട്. കാരണം പൂട്ടി അകത്ത് കൊളുത്തിട്ട് കഴിഞ്ഞാൽ അകത്ത് കൈയിട്ട് തുറന്ന് അകത്ത് വന്ന് ബെഡിൻ്റെ അടുത്തിരുന്ന് എൻ്റെ തുടയിൽ ഇങ്ങനെ തടവുമായിരുന്നു. അമ്മയുടെ ഇതുവരെ ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ഇതൊന്നും ചോദിച്ചിട്ടുമില്ല. ശ്രമിച്ചിട്ടുണ്ടോ കുട്ടി? കുറെ പ്രാവശ്യം, 2 പ്രാവശ്യം തൂങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. അച്ഛന്റെ കൂടെ നിൽക്കുമ്പോ അമ്മ ഇട്ടിട്ട് പോയ സമയത്ത് അപ്പൊ ആകെ 2 ആഴ്ച നിന്നിട്ടുള്ളൂ എന്ന് പറയുന്നു അച്ഛന്റെ കൂടെ നാട്ടിൽ 2 ആഴ്ച നിൽക്കുന്ന സമയത്ത്. അമ്മ ഇട്ടിട്ട് പോയ ഒരാഴ്ച കഴിഞ്ഞപ്പോ അച്ഛൻ കുറെ ചെക്കന്മാരെ വീട്ടിൽ വിളിച്ചോണ്ടൊന്ന് കുടിപ്പിച്ചു. അതിലൊരുത്തം കയറി എന്നെ പിടിക്കാൻ വന്നു.
സത്യം പറയാം. സത്യമായിട്ട് സാങ്കല്പിക കഥകളാണ്. സാങ്കല്പിക കഥകളല്ല മാം. എന്റെ അച്ഛൻ എന്റെ അമ്മ പോണേന്റെ ഒരാഴ്ച മുമ്പ് തൂങ്ങിയായിരുന്നു. ഞാനാണ് ആ പ്രായത്തിൽ ഞാനാണ് കത്തിയെടുത്തോണ്ട് പോയി മുറിച്ചിട്ടത്. അതേ അച്ഛൻ, ഈ മരിച്ചുപോയ അച്ഛൻ. അതില്ലേ, അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ? അമ്മയോട് ചോദിച്ചു നോക്കൂ. ആണോ? അതിന്റെ പിറ്റേ ആഴ്ച അമ്മ പോകുന്നു, ഞാൻ അതിന്റെ തലേന്ന് ഞാൻ ചെയ്യുന്നു. തൂങ്ങി മരിക്കുന്നു. 1 മാസം ഞാൻ ഈ എറണാകുളം ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ടായിരുന്നു. കാരണം ആ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതിൽ എന്റെ നെഞ്ച് ഇവിടം വരെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആഘാതം. കൊളുത്ത് ഇവിടെ വീണ്ടിരുന്നേ ഞാൻ മരിച്ചേനെ. ആ സമയത്ത് കൊളുത്ത് വീണത് ഇവിടെയാ. അന്നറിയില്ല, പ്ലാസ്റ്റിക് കയറാണ് ഞാൻ കെട്ടി. എന്റെ ഇതേപോലത്തെ ഒരു ഷാള് ഞാൻ കെട്ടി തൂങ്ങി നിന്നത്.